വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ബോട്ടിൽ പെയിൻറ് അടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിൻ്റെ മുന്നേ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ബോട്ടിൽ എൻ്റെ തീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കളേഴ്സ് മിക്സ് ചെയ്ത് വരച്ചിട്ട് ഒരു ഇല പോലത്തെ അങ്ങനത്തെ വരയ്ക്കാമെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എടുക്കാൻ വിചാരിക്കുന്ന കളറ് 2 നല്ല മാച്ചിങ് ആയിരിക്കണം. നമുക്കപ്പോൾ യെല്ലോയും റെഡും കൊടുക്കാം. യെല്ലോയും റെഡും മാച്ച് ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് യെല്ലോയും റെഡും വെച്ചിട്ട് പെയിൻ്റ് അടിക്കാം. ഒരു സ്പോഞ്ച് എടുക്കുന്നുണ്ടേ. ഒരു സ്പോഞ്ചിൻ്റെ ഒരു കുട്ടി പീസ് എടുത്തിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാം. ഇത്രയും വലിയ പീസിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് പരിപാടിയിലോട്ട് കിടക്കാം. ഞാനിങ്ങനെ ഒഴിക്കാമെന്ന് വിചാരിച്ചാൽ ഒഴിക്കാം കേട്ടോ. ഒഴിച്ചിട്ടുണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒന്ന് ഡാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഹാഫ് മാത്രം റെഡ് കൊടുക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ഹാഫ് റെഡും ഹാഫ് യെല്ലോ കളറും. ഒരു പകുതി ബോട്ടിൽ വരെ റെഡ് കളർ കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ പകുതി വരെ ബോട്ടിൽ റെഡ് കളർ കൊടുത്തിട്ട് കാണിച്ചു തരാവേ. ഫ്രണ്ട്സ്, ഞാൻ പകുതി വരെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പകുതി യെല്ലോ കളർ കൊടുക്കാം. യെല്ലോ കളർ നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. യെല്ലോ ചെറുതായിട്ട് വരാൻ ഇത്തിരി മടിയാണ് യെല്ലോ കളറിന്. ഇതാ വരുന്നുണ്ടേ. ഇതാ വന്നു. മതി, യെല്ലോ അത്രയും മതി. എല്ലാം അത് കൂടുതലാണ്. ഇനി നമുക്ക് ഞാൻ വേറൊരു സ്പോഞ്ചിൻ്റെ പീസ് എടുത്തിട്ടുണ്ടേ. അത് വെച്ചിട്ട് നമുക്കിനി ഈ യെല്ലോ കളർ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് ഡാബ് ചെയ്യണം കേട്ടോ, എന്നാലേ അതിൻ്റെ ആ ഒരു ഭംഗി വരുള്ളൂ. കളർ കോമ്പിനേഷൻ അത്ര ഭംഗിയില്ല, എന്നാലും സാരമില്ല. നമുക്ക് ഫൈനൽ റിസൾട്ട് നോക്കാവേ. അപ്പോൾ നമുക്കിത് ഒന്ന് പെട്ടെന്ന് ഫുള്ള് യെല്ലോ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് അടിക്കണം. റെഡിൻ്റെ ഭാഗത്തോട്ട് യെല്ലോ അടിക്കണം. അത് യെല്ലോ അടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് അങ്ങോട്ട് റെഡിൻ്റെ കൂടെ യെല്ലോ കളറും കൂടി അടിക്കണം. റെഡ് കളർ അടിച്ചത് ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ നമുക്കിതേപോലെ യെല്ലോ കളർ അടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലീഫ് വരയ്ക്കാവേ. ഇത് ചെറുതായിട്ടൊന്ന് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ലീഫ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ 2 കളേഴ്സ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ലീഫ് വരച്ചു കൊടുക്കാം. ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ടാട്ടോ ലീഫ് വരയ്ക്കുന്നത്. എനിക്കിപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നോക്കുന്നുണ്ടേ. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് ഇതാണ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് പെയിൻ്റ് അടിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ പോയനെ. അപ്പോൾ നമുക്ക് ലീഫ് വരച്ചു കൊടുക്കാം. ബ്ലാക്ക് കളർ. അപ്പോൾ ഇത് ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് വരച്ചു കൊടുക്കാം. താഴെ നിന്ന് വരയ്ക്കാം കേട്ടോ. ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാവേ.
ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ കുറച്ച് ലീവ്സ് വരയ്ക്കാം. അപ്പോൾ ഇതേപോലെ കുറച്ച് ലീവ്സ് വരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതേപോലത്തെ ഒരു 3 ലീഫ് വരച്ചിട്ടുണ്ട്. ഇനി ഇത് ഫുള്ള് ഇതേപോലെ ലീവ്സ് വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ലീഫ് വരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഫുള്ള് ലീവ്സ് വരച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഡിസൈൻസ് കൊടുക്കാം. നമുക്ക് ഇതിൽ യൂസ് ചെയ്യാത്ത കളറ് വൈറ്റ് കളർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ബ്രഷ് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. വരുന്നില്ല, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഈ ബ്രഷിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു, വരുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. വൈറ്റ് കളർ എല്ലാത്തിൻ്റെയും കൂടി ചേരും, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഫുള്ള് എല്ലാവിടെയും ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫുൾ അങ്ങനെ വൈറ്റ് കളർ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു, ബി ഹെൽത്തി.